ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കിയും ഗൗതവും തമ്മിലുള്ള സംസാരത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഗൗതം പറയുന്നുണ്ട്, ഗൗരിമോൾ ഇവിടെ തന്നെ കാണും. ഇവിടെ കാലുകുത്താനുള്ള അവസരം ഞാൻ നന്ദയ്ക്ക് കൊടുക്കില്ല എന്ന്. അത് കേൾക്കുമ്പോൾ പിങ്കി പറയുന്നു, നിങ്ങളുടെ സമ്മതം അവൾക്ക് വേണ്ട. അവൾ ഇതുവരെയും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് നടപ്പിലാക്കിയതോ എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് കുട്ടികൾ കളിക്കണമെന്ന് പറഞ്ഞു വരുന്നു. അവരോട് കളിക്കാനുള്ള സമ്മതം കൊടുത്തുകൊണ്ട് അവൻ അച്ഛനോട് പറയുന്നുണ്ട്, നന്ദ ഇവിടെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. അപ്പോഴേക്കും നന്ദ പുറത്ത് വന്നിരുന്നു. അവൾ ഗേറ്റ് തുറന്ന് അകത്ത് ഉള്ളിലേക്ക് വന്ന് ഒളിച്ച് നിൽക്കുന്നുണ്ട്. മഹേശ്വരൻ ഫോണിൽ തന്നെയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് കനകമ്മയും മോഹിനിയും പവിത്രയും സംസാരിക്കുന്നതാണ്. കനകമ്മ പറയുന്നുണ്ട്, ഗൗതം സാർ ഇനി കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല. ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നന്ദ മേഡം വരുന്നതിന്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് നിനക്ക് നന്ദയെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവൾക്ക് പോലീസ് കാവലൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അവളെ നമ്മൾ കാണുകയാണെങ്കിൽ കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടാൻ നമ്മൾ സഹായിക്കണമെന്ന്. ഇവിടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി മുറുകുകയാണ്. നിന്റെ കുട്ടിയായിരിക്കാൻ ഇവിടുത്തെ അനന്തരാവകാശി. അപ്പോൾ എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മഹേശ്വരൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ നന്ദ ഒളിച്ച് അകത്ത് കയറി സ്റ്റെയർകേസിനടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ പിന്നീട് കാണിക്കുന്നത് പവിത്രയെ ഭീഷണിപ്പെടുത്തുന്ന കനകമ്മയാണ്. കനകമ്മയ്ക്ക് 25,000 രൂപയുടെ ആവശ്യമുണ്ടെന്നും അത് പവിത്രയോട് തരാനും പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നും ഞാൻ കുറേ തന്നില്ലേ എന്നും ചോദിക്കുമ്പോൾ, നീ ഇനിയും ഇത് തരും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഇല്ലാത്ത ഗർഭത്തെപ്പറ്റി അരുൺ സാറിനോട് പറയുമെന്നും അരുൺ സാർ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ അവളുടെ കയ്യിലുള്ള മോതിരം കനകമ്മയ്ക്ക് ഊരിക്കൊടുക്കുന്നു. ഇത് അരുൺ കാണുന്നുണ്ടെങ്കിലോ കാണാത്തതുപോലെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതിൻ്റെ റിംഗ് ടോൺ കേട്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ അരുൺ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഇവിടെയെന്ന്. അവർ ഓരോന്ന് സംസാരിച്ചതാണെന്ന് ഞാനത് കേട്ടിരിക്കുകയാണെന്നും പറഞ്ഞു. പിന്നീട് പവിത്ര ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു ഫോണിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിരുന്നുവെന്നോ, അവർ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്നും പറയുന്നു. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, ഇപ്പോൾ എത്ര പെട്ടെന്ന് ഈ ഡിവോഴ്സിനെ പറ്റിയെല്ലാം പറയുന്നത്, എന്തായിരുന്നു കാരണം. അന്നേരം അത് അവിഹിതമാണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഫ്രണ്ട് എടുത്ത തീരുമാനം കറക്റ്റാണ്, ഒരു അവിഹിതമുള്ള പെണ്ണിനെ വെച്ച് പൊടിപ്പിക്കാൻ പാടില്ല എന്ന് അവൾ ശക്തമായി അതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് അരുൺ വിചാരിക്കുന്നുണ്ട്, ഇവൾ മനസ്സുകൊണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര ശക്തമായി ഇതിനെ എതിർക്കുമോ എന്ന്. പിന്നീട് കാണിക്കുന്നത് ഗൗതമും 2 മക്കളും ഒരു ഫോട്ടോയുമായി അകത്ത് ഹാളിലേക്ക് വരുന്നതാണ്. ഗൗതം ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോ എവിടെ വെക്കുമെന്ന്. അപ്പം അങ്കിളിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെച്ചോ എന്ന് ഗൗരി പറയുന്നു. അങ്ങനെ ആ ഫോട്ടോ തൂക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഗൗതമും 2 മക്കളുമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് പിങ്കി വരുന്നത്. പിങ്കിയോട് ചോദിക്കുന്നുണ്ട്, ദേ നോക്കൂ, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ അവൾ ആ ഫോട്ടോയിൽ നോക്കി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഞാനില്ലാലോ എന്ന്. അപ്പോൾ നന്ദുമോൻ പറയുന്നുണ്ട്, അമ്മയല്ലേ അതുകൊണ്ടാണെന്ന്. ഞാൻ അമ്മ മാത്രമായി ഇവിടെ ചുരുങ്ങുകയാണെന്ന് പറയുമ്പോൾ ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങനെ പറയുന്നത്. പിങ്കി പറയും, മോൾക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന്. പിന്നീട് ഗൗതത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും പറയാനല്ല ഇങ്ങോട്ട് വന്നത്, പുറത്ത് എസ്ഐയും പോലീസുകാരും വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഗൗതം പറയുന്ന, ഇതല്ലേ ഫസ്റ്റ് പറയേണ്ടത്, അതല്ലേ ഇമ്പോർട്ടൻ്റായ കാര്യമെന്ന്. അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, എന്ത് ഇമ്പോർട്ടൻ്റായ കാര്യം, അതൊരു അനാവശ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു യുദ്ധമാണെന്നും ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമെന്നും പറയുമ്പോൾ പിങ്കി പറയുന്നു, നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ ഈ യുദ്ധത്തിൽ തോൽക്കുക തന്നെ ചെയ്യുമെന്ന്. അതും പറഞ്ഞ് ഗൗതം പുറത്തേക്ക് പോലീസുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. പിങ്കി അവിടെ തന്നെ നിന്ന് എന്തെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ശ്രദ്ധ സ്റ്റെയർകേസിൻ്റെ അടിയിലേക്ക് പോകുന്നത്. അവിടെ നന്ദയെ കാണുകയും ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് പോയി ഗൗതം പോലീസുകാരെ ചീത്ത പറയുകയാണ്, നിങ്ങൾ എന്തായിരുന്നു അവിടെ ചെയ്തത്. ഒരു ഡോക്ടറായ നന്ദ ഇങ്ങനെ കള്ളന്മാരെ പോലെ ചാടിപ്പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് പറയുമ്പോൾ, പിന്നെ അവിടെ ഗാർഡില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഗാർഡ് ചായ കുടിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും അവൾ ഈ പ്രദേശത്തേക്കാണ് വന്നതെന്ന് SI പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം മഹേശ്വരൻ പറയുന്നുണ്ട്, അവൾ ഇവിടേക്കൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുന്നു, അച്ഛൻ ഫോണിലല്ലായിരുന്നോ. അപ്പോൾ ഞാൻ എസ്റ്റേറ്റിലെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചുറ്റും വീക്ഷിക്കുന്ന പോലീസുകാരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം.
ഈ അടിപൊളി എപ്പിസോഡ് കാണാൻ മറക്കല്ലേ. എന്നാൽ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.